السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോക മുസ്ലിംകൾ ബലിപെരുന്നാൾ ആഘോഷം നടത്താൻ പോവുകയാണ്. ലോകത്ത് മശ്രിഖ് മഗ്രിബിലുള്ള മുസ്ലിംകളുടെ പ്രതിനിധികൾ പരിശുദ്ധ മക്ക ശരീഫിൽ എത്തിക്കഴിഞ്ഞു. പരിശുദ്ധമായ കഅബ കാണാനും ഹജ്ജ് നിർവഹിക്കാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലെത്തി സിയാറത്ത് ചെയ്യാനുമുള്ള ലക്ഷ്യം വെച്ച് ലോകത്തിൽ നിന്ന് എത്തിയ എല്ലാ മുഅ്മിനും മുനാത്തുകൾക്കും അല്ലാഹു തആല സലാമത്തും ആഫിയത്തും പൂർണ്ണമായ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും മർദിയായ സിയാറത്ത് നിർവഹിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അഞ്ചാമത്തെ റുക്നാവുന്ന ഹജ്ജ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ അതിലെ മുഖ്യ കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ആ കുടുംബത്തെ പറ്റി ഒരു ലഘുപരിചയം, വിശിഷ്യ ബഹുമാനപ്പെട്ട അറബികളുടെ ഉമ്മയും മുസ്ലിമീങ്ങളുടെ ഉമ്മയുമായ മഹദിയായ ബീവി ഹാജർ അലൈഹിസ്സലാം, അവരുടെ ജീവചരിത്രം ചുരുങ്ങിയ തോതിൽ ഒരു എത്തിനോട്ടം ആണ് ഈ ചരിത്ര പഠനം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങൾക്ക് 4 ഭാര്യമാരിലായി 12 മക്കളാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഒരഭിപ്രായത്തിൽ 13 മക്കൾ, അതിൽ കൂടുതൽ പ്രബലമായത് 12 മക്കൾ. എപ്പോഴും നാം കേൾക്കുന്ന ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാമും മഹാനായ ഇസ്ഹാഖ് അലൈഹിസ്സലാമും 2 ഭാര്യമാരിലായി ജനിച്ചത്. അതിൻ്റെ അപ്പുറമുള്ളത് നമ്മൾ പലപ്പോഴും കേൾക്കാറില്ല. അത് നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ ഭാര്യ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തന്നെ പിതൃവ്യന്റെ മകളായ പിതൃവ്യൻ ഹാറാൻ എന്നാണ് പിതൃവ്യന്റെ പേര്. ബാപ്പയുടെ സഹോദരൻ ഹാറാൻ എന്നവരുടെ മകൾ സാറ ബീവിയാണ് ആദ്യ ഭാര്യ. അവർക്ക് അവസാന കാലത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന് 100 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് സന്താനം ജനിക്കുന്നത്. അത് നമുക്കൊക്കെ അറിയുന്നതാണ്, അതിലേക്ക് ഞാൻ വരാം. അവർക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന് ജനിച്ച മകനാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം. രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട ഹാജർ ബീവിയാണ്. മഹദിയായിരിക്കുന്ന സാറാ ബീവിക്ക് ഖിദ്മത്തിനു വേണ്ടി അക്കാലത്തെ ഖിബ്തികളുടെ രാജാവായിരുന്ന ഫിർഔൻ തന്റെ പുത്രിമാരിൽപ്പെട്ട ഒരു രാജകുമാരിയെ മഹദിയായ സാറാ ബീവിക്ക് ഖിദ്മത്തിനു വേണ്ടി കൊടുത്തു. അവര് പിന്നെ സ്വനിക്ക് സ്വന്തം സന്താനം ജനിക്കാത്തതിലുള്ള സങ്കടം മാറാൻ വേണ്ടി തനിക്ക് കിട്ടിയ ഈ രാജകുമാരിയാവുന്ന ഹാജറിനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഹദിയായി നൽകുകയും അവരത് സ്വീകരിച്ച് ഹാജർ ബീവിയെ ഭാര്യയാക്കുകയും ചെയ്തു. അതിൽ ജനിച്ച ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന കുട്ടി. ഇപ്പൊ 2 3 എപ്പോഴും നമ്മൾ കേൾക്കാത്ത ഖന്തൂറ ബിന്ത് യഖ്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്റെ പുത്രിയായ ഖന്തൂറ എന്നവരാണ്. ഈ ഖന്തൂറ എന്നവർക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന് 5 ആമക്കൾ ജനിച്ചു എന്നത് സംശയമില്ല. 6 ആളാണെന്ന് പറഞ്ഞവരും ഉണ്ട്. അവരെ പേരൊന്ന് പരിചയപ്പെടാം. ഒക്കെ വലിയ മഹാന്മാരാണ്. ഖന്തൂറയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ജനിച്ചതൊന്ന് മദിയൻ, മറ്റൊന്ന് സമ്രാൻ, മറ്റൊന്ന് സുർജ്, യഫ്ഷാൻ, നഷ്ക്. ഇങ്ങനെ 5 പേര് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന് 3ാമത്തെ ഭാര്യയാവുന്ന ഖന്തൂറ ബിന്ത് യഖ്തൻ എന്നവരിൽ ജനിച്ചു. അവരൊക്കെ നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ച് അവിടെയൊക്കെ ചക്രവർത്തിമാരും ആ പ്രദേശത്തിന്റെ നേതാക്കന്മാരുമായി അവരുടെ പേരിൽ പ്രദേശം അറിയപ്പെട്ട് ഇരുന്നു. 4ാമത്തെ ഭാര്യ ഹജൂൻ ബിന്ത് അമീൻ എന്നവളുടെ
എന്നവരുടെ മകൾ ഹജൂൻ എന്നാണ് അവരുടെ പേര്. ഈ ഹജൂനിലും 5 മക്കൾ ജനിച്ചിട്ടുണ്ട്. ഒന്ന് കൈസാൻ, രണ്ടാമത്തേത് സൂറജ്, മൂന്നാമത്തെ ഉമൈം, നാലാമത്തെ ലൂത്താൻ, അഞ്ചാമത്തേത് നാഫിഷ്. ഇങ്ങനെ 12 മക്കൾ ജനിച്ചു, 4 ഭാര്യമാരായി. ഇവരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ തന്റെ ഖസസുൽ അംബിയായിൽ വിവരിച്ചിട്ടുണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട്. ഇങ്ങനെ 12 മക്കളുടെ പിതാവ്, 4 ഭാര്യമാരുടെ ഭർത്താവുമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നമുക്ക് അതിനെപ്പറ്റി വിശദമായൊരു ചർച്ച അല്ല നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് മഹദിയായ ബീവി ഹാജർ, അവരുടെ വിളിപ്പേര് ഉമ്മുൽ മുസ്ലിമീൻ എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ 11 ഭാര്യമാരുണ്ടായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. 2 പേര് നേരത്തെ മരണപ്പെട്ടു പോയി, ബാക്കി 9 പേര് ഒന്നിച്ചുണ്ടായിരുന്നു. അവർക്കൊക്കെ ഉമ്മുൽ മുഅ്മിനീൻ എന്നാണ് പറയാ. എന്താ? ഖുർആൻ പറഞ്ഞു, അന്നബിയ്യു ഔലാദിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. എന്നാൽ ഹാജർ ബീവിക്ക് ഉമ്മുൽ മുസ്ലിമീൻ എന്നാണ് പറയുന്നത്. കാരണം ഖുർആൻ തന്നെ പറയുന്നത്, മില്ലത്ത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ് നിങ്ങൾക്ക് മുസ്ലിമീൻ എന്ന് പേര് പറയുന്നത്. അപ്പൊ ഈ മുസ്ലിമീൻ എന്ന് പേര് വിളിച്ച സമുദായത്തിന്റെ മാതാവാണ് ബഹുമാനപ്പെട്ട ഹാജർ ബീവി. അതുകൊണ്ട് ഉമ്മുൽ മുസ്ലിമീൻ എന്ന ഓമന പേരിലാണ് ഹാജർ ബീവി അറിയപ്പെടുന്നത്. അതോടുകൂടി രണ്ടാമതൊരു സ്ഥാനപ്പേര് മുഹദ്ദസത്തുൽ മലായിക, മലക്കുകളുമായി നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ. 3 സന്ദർഭങ്ങളിലായിട്ട് ബഹുമാനപ്പെട്ട ഹാജർ ബീവിയോട് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ലോകത്ത് അധികം സ്ത്രീകൾക്ക് ലഭിക്കാത്ത അത്യത്ഭുതകരമായ അതിമഹത്തായ ഒരു സ്ഥാനമാണ്. 3 പ്രാവശ്യം 3 ഘട്ടങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചു. അതുകൊണ്ട് മുഹദ്ദസത്തുൽ മലായിക എന്നൊരു സ്ഥാനപ്പേർ ബീവി ഹാജറിനുണ്ട്. മൂന്നാമത്തേത് ഉമ്മു ഇസ്മായിൽ. അത് പിന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഇസ്മായിൽ എന്ന പുത്രൻ ജനിച്ചതും ആധുനിക അറബി വംശത്തിന്റെ മുഴുവൻ പിതാവായതും അറബികളുടെ മുഴുവൻ മാതാവ് ആയതും കൊണ്ടിട്ട് ഉമ്മു ഇസ്മായിൽ എന്നും പറയും. 4ാമത് ഉമ്മുൽ അറബ് അൽ മുസ്തഅറബ. അറബുകൾ 3 തരം. ചുരുക്കി പറയാം, ഇത് ചരിത്രത്തിന്റെ വിശാലമായ ഭാഗങ്ങളാണ്. ചുരുക്കി പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം തുടങ്ങിയ പൂർവ്വകാല അറബികളും അവരുടെ സമുദായവുമാണ്. അവർക്ക് പറയാ അൽ അറബുൽ ബാഇദാണ്, വിദൂര അറബികൾ. അവർ പാഠേ നശിച്ചു നാമാവശേഷമായി അവരുടെ പിന്തലമുറക്കാർ ഇന്ന് നിലവിലില്ല. അവർക്ക് പറയുക അൽ അറബുൽ ബാഇദ എന്ന്. പിന്നീട് യമൻ അടിസ്ഥാനമാക്കി ബഹുമാനപ്പെട്ട സബ അലൈഹിസ്സലാം, യമനിന്റെ പ്രധാന തലസ്ഥാനമായിട്ട് അറിയപ്പെട്ടിരുന്ന സബ പട്ടണമാണ്. ഈ സബയിൽ ജീവിച്ച് മരിച്ചൊരു നബിയാണ് സബ എന്നത്. അദ്ദേഹത്തിന്റെ മക്കൾ പരമ്പരയാണ് അൽ അറബുൽ ആരിബ, സ്ഫുടമായ അറബിയുടെ ഉടമകൾ. അത് പൂർവ്വ അറബികളുടെ ശേഷം വന്ന അറബി വംശജരാണ്. യമനിലും ഹിജാസിലും ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ചിരുന്ന ആദ്യകാലത്തെ അറബികളാണ് അറബുൽ ആരിബ. പിന്നീട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം അറബികളിൽപ്പെട്ട, ആ ചരിത്രം നമുക്ക് വരും, അറബികളിൽപ്പെട്ട യമനിൽപ്പെട്ട അറബികളാവുന്ന ജുർഹുമുകാര് മക്കയിൽ ബഹുമാനപ്പെട്ട ഹാജർ ബീവിയുടെ സമ്മതപ്രകാരം താമസിക്കുകയും അവർ കുറേയധികം കുടുംബങ്ങൾ മക്കയിൽ ഒരുമിച്ച് കൂടുകയും വലിയൊരു ഖബീലായി വളരുകയും ചെയ്തപ്പോൾ അവരുടെ ഇടയിൽ വളർന്നു വന്ന
ഇസ്മായിൽ അലൈഹി സ്വലാമിൽ അവർക്ക് താല്പര്യം ജനിക്കുകയും അവരുടെ നേതാവിന്റെ പുത്രിയെ മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാമിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാവുന്ന ഇസ്മായിൽ നബിയുടെ വാപ്പയുടെ ഭാഷ അബ്രാനിയം, ഹിബ്രു ഭാഷക്കാരനാണ്. അദ്ദേഹം അടിസ്ഥാനപരമായി ബാബിലോണിയയിലാണ് ജനിച്ചത്. പിന്നീട് ഹിജ്റ പോയി പല സ്ഥലത്തും എത്തി, ഷാമിലും അതുപോലെ തന്നെ ഫലസ്തീനിലും മിസ്റിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഹിബ്രു ഭാഷക്കാരനാണ് മഹാനവർ. എന്നാൽ ഉമ്മ മഹദിയായ ഹാജർ ബീവി കോപ്റ്റിക് വർഗക്കാരിയാണ്. കിബുത്തികൾ, അവരുടെ ഭാഷ കോപ്റ്റിക് ഭാഷ തന്നെയാണ്. അപ്പോൾ ഉമ്മ കോപ്റ്റിക് ഭാഷക്കാരിയും വാപ്പ ഹിബ്രു ഭാഷക്കാരനും ആണെങ്കിലും താൻ വളർന്ന് വലുതായി ഒരു മനുഷ്യനായി ജീവിച്ച് വ്യക്തിത്വം തെളിയിച്ചത് ഈ അറബികളാവുന്ന ജുർഹുമുകാരിൽ നിന്നിട്ടാണ്. ആ ജുർഹുമുകാരിൽ നിന്നിട്ടാണെങ്കിലും അദ്ദേഹമാണ് ലോകത്ത് ഏറ്റവും സ്ഫുടമായ ഫസീഹായ അറബിയുടെ പിതാവ്. അതുകൊണ്ട് ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽ ഇസ്മായിൽ അലൈഹി സ്വലാമിന് 12 മക്കളുണ്ടായിരുന്നു. അതിൽ 2 മക്കളാണ് ഹിജാസിൽ ജീവിച്ചത്. ബാക്കി 10 പേരും യമനിലും മറ്റ് വിദൂര ദിക്കുകളിലും പോയി താമസിച്ചു. അവിടെയൊക്കെ ഇന്നുള്ള ആധുനിക അറബികളുടെ മുഴുവൻ പിതാവ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹി സ്വലാമാണ്. ഈ അറബികളെ സംബന്ധിച്ച് അൽ അറബുൽ മുസ്തഅറബാണ്, അറബ് മുസ്തഅറബ. ഇങ്ങനെ 3 തരം അറബികളിൽ മൂന്നാമത്തെ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ഉമ്മയാണ് ബഹുമാനപ്പെട്ട ബീവി ഹാജർ. അതിനെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദീനീ ദഅവത്തിനു വേണ്ടി ഫലസ്തീനിൽ താമസിക്കുന്ന കാലത്ത് ഫലസ്തീനിൽ മഴ വർഷിക്കാതെ വല്ലാതെ വരൾച്ച അനുഭവപ്പെടുകയും പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ദീനീ ദഅവത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടും തൽക്കാലം ഈ കാലാവസ്ഥ ഒന്ന് മാറുന്നവരെ ഒന്ന് മാറി താമസിക്കുക എന്ന നിലക്കും അള്ളാഹുവിന്റെ തൗഹീദും ദീനും പ്രചരിപ്പിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും ഭാര്യ സാറ ബീവിയും കൂടി ഹിജ്റ വന്നു. അങ്ങനെ പല ഭാഗത്തും ദീനീ ദഅവത്തുമായി മഹാനവറുകൾ സഞ്ചരിച്ചു. അതിനിടയിൽ അവരുടെ ഫിറഔന്മാരിൽപ്പെട്ട അന്നത്തെ ഫിറഔൻ, ഈ ഖിബ്തികളെ ഭരിക്കുന്ന രാജാക്കന്മാർക്കൊക്കെ നാം പറയുന്ന ഒരു പൊതുപേരാണ് ഫിറഔൻ എന്നത്. മൂസാ നബിന്റെ കാലത്തുണ്ടായിരുന്ന ഫിറഔൻ പിന്നീട് വന്ന വേറൊരു ഫിറഔനാണ്. ഇതിൽ നല്ലവരും ചീത്തവരുള്ളവരും ഒക്കെ ഉണ്ട് ഫിറഔന്മാരുടെ കൂട്ടത്തിൽ. ഏതായാലും അക്കാലത്തുണ്ടായിരുന്ന ഫിറഔൻ സാംസ്കാരികമായി വളരെ ദുഷിച്ച ഒരാളായിരുന്നു. ശിർക്കും കുഫറും ഒന്നും അദ്ദേഹത്തിന്റെ മേൽ അങ്ങനെ പറയപ്പെട്ട് കേട്ടിട്ടില്ല. എങ്കിലും ഒരു ദുസ്വഭാവിയാണ്. എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഏറ്റവും സുന്ദരിമാരായ കന്യകമാരെവിടെയുണ്ടെങ്കിലും ബലത്താൽ അവരെ സ്വന്തമാക്കുക, അവരെ ദുരുപയോഗിക്കുക എന്ന ഒരു ദുസ്വഭാവമുള്ള മനുഷ്യനാണ് അക്കാലത്തുള്ള ഫിറഔൻ. അങ്ങനെ ബഹുമാനപ്പെട്ട സാറ ബീവിയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യം അള്ളാഹ് പടച്ച സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള നമ്പർ 1 നമ്മുടെ ഉമ്മ ഹവ്വ അലൈഹിസ്സലാമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവർക്കും ഉള്ളൂ. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിച്ചു കേട്ടോ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന്റെ പകുതി സൗന്ദര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോകസുന്ദരനായിട്ട് ഇസ്മായിൽ അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ആകെയുള്ളത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന്റെ പകുതി സൗന്ദര്യമാണ്. എന്നതുപോലെ സ്ത്രീകളിൽ ഏറ്റവും സുന്ദരിയായത് ബഹുമാനപ്പെട്ട ഹവ്വ അലൈഹിസ്സലാമായിരുന്നു. അവരുടെ അർദ്ധ സൗന്ദര്യം നൽകപ്പെട്ട ലോകത്തെ 2ാമത്തെ സുന്ദരിയാണ് ബഹുമാനപ്പെട്ട ഹാജർ ബീവി അലൈഹിസ്സലാം. അവർക്ക് സന്താനം ജനിച്ചിട്ടില്ലായിരുന്നു ദീർഘകാലം. ആ സമയത്താണ് ഈ യാത്രയൊക്കെ. ബാബിലോണിയയിൽ നിന്നിട്ട് യാത്ര തുടങ്ങി ഫലസ്തീനിൽ സ്ഥിരതാമസമാക്കി. പിന്നീട് പ്രത്യേക കാരണത്താൽ ദഅവത്തിനു വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് പോന്നപ്പോഴൊന്നും മക്കളില്ല. സുന്ദരിയായ വശ്യ സൗന്ദര്യത്തിന് ഉടമയാകുന്ന മഹദിയായ ഹാജർ ബീവിയും മഹാനായ ഖലീലുല്ലാഹി അലൈഹിസ്സലാം, അദ്ദേഹം തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിലായിരുന്നു എന്ന് മിറാജിന്റെ ഹദീസ് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അഷ്ബഹു ബി സാഹിബുക്കും, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഏറ്റവും കൂടുതൽ രൂപസാദൃശ്യമുള്ള ആള് ഞാനാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഈ ദമ്പതികൾ
ഈ രാജ്യത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയാന്വേഷകർ റിപ്പോർട്ട് കൊടുത്തു, നമ്മുടെ നാട്ടിൽ അതിസൗന്ദര്യത്തിന്റെ ഉടമയായ ഒരു സ്ത്രീയും ഒരു പുരുഷനും വിദേശികളായി എത്തിയിട്ടുണ്ട്. ഇത് കേട്ടപ്പം അദ്ദേഹം, ഈ ചക്രവർത്തി, ആദ്യമായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിളിപ്പിച്ചു, അന്വേഷിച്ചു, എന്താണ്, ഏതാണ്, എവിടുന്ന് വന്നതാണ്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം. അതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂടെ ആരാണുള്ളത്? അപ്പൊ മുഅ്മിനായിട്ട് അന്ന് ആ നാട്ടിൽ അവർ തന്നെ ഉള്ളൂ, ഖലീലുല്ലാഹി അലൈഹിസ്സലാമും ഹാജർ ബീവി അലൈഹിസ്സലാമും, അവർ രണ്ടാളും ഉള്ളൂ മുഅ്മിനീങ്ങൾ. അപ്പൊ പറഞ്ഞ് അതെന്റെ സഹോദരിയാണ്. കാരണം ഇയാൾ ഭർത്താവാണെന്നറിഞ്ഞാൽ ഭർത്താവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി കൊലപ്പെടുത്തും. ഭർത്താവിനെ കൊന്നിട്ട് ഈ പെണ്ണിനെ വരട്ടാൽ പിടിക്കും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. സഹോദരി ആങ്ങളെയും പങ്കളുമാണല്ലോ. അത് പറഞ്ഞ് മൂപ്പരെ വിട്ടു. അടുത്ത് ബഹുമാനപ്പെട്ട സാറ ബീവിയെ വിളിപ്പിച്ചു. പോകുന്ന മുൻപ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പം നീ എന്റെ സഹോദരിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ നാട്ടിൽ ഞാനും നീയും അല്ലാതെ മുഅ്മിനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനായ ആണ് പെണ്ണുങ്ങളൊക്കെ സഹോദര സഹോദരിമാരാണ് എന്ന് അള്ളാഹു പറഞ്ഞ ആ അടിസ്ഥാനത്തിൽ നീ എന്റെ സഹോദരിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നോട് ചോദിക്കുമ്പോൾ നീ അത് തന്നെ പറയണം, നീ എന്റെ ഭാര്യയാണെന്ന് ഒരിക്കലും പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട സാറ ബീവി അവിടെ എത്തി. അഭൗമ സൗന്ദര്യത്തിന്റെ ഉടമയായ സാറ ബീവിയെ കണ്ടപ്പോൾ ഈ അക്രമിയായ രാജാവിന് അയാളുടെ ദുരുദ്ദേശം ഉടനെ നടപ്പിലാക്കണം, സഹിക്കാൻ കഴിയാത്ത അത്രയും താല്പര്യം മഹാദി അവർകളെ കയ്യേറ്റം ചെയ്യാൻ, കയറിപ്പിടിക്കാൻ ശ്രമിച്ചു. ഉടനെ മഹദി അവർകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, നിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദീനിൽ വിശ്വസിച്ചു മഹാനവറുകളുടെ ഉമ്മത്തിയായി ജീവിക്കുകയും അവരുടെ ഭാര്യയായി ഞാൻ എന്റെ ശരീരത്തെയും മാനത്തെയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഇക്കാലം വരെ വന്നു നിനക്ക് ഇബാദത്ത് ചെയ്യുകയും നിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് വഴിപ്പെടുകയും ചെയ്തതല്ലാതെ ഞാൻ ഒരിക്കലും ഒരു അനാശാസ്യം എന്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് ഈ അക്രമിയുടെ ഷർറിൽ നിന്ന് നീ എന്നെ കാക്കണമേ എന്ന് മഹാനവറുകൾ അവർ ദുആ ചെയ്യുകയും ഉടനെ അദ്ദേഹത്തിന് ഒരു അപസ്മാര രോഗം പോലെ കൈയും കാലും വിറച്ച് പിടഞ്ഞ് താഴെ വീണ് വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ വരയും പതയും വരാൻ തുടങ്ങി. അത് കണ്ട് ഹാജർ ബീവിക്ക് ഭയമായി. ഇയാളിങ്ങനെ മരിച്ചു പോവുമോ? ചക്രവർത്തിയല്ലേ, അയാൾ ഇതെങ്ങാനും മരിച്ചു പോയാൽ ആളുകൾ എന്ത് പറയും? ഞാൻ കൊന്നതാണെന്ന് പറയും. അപ്പൊ അല്ലാഹുവേ, ഇയാൾ ഇവിടെ ഇങ്ങനെ മരിച്ചു പോയാൽ ഞാൻ കൊന്നതാണെന്നുള്ള ചീത്തപ്പേര് മാത്രമല്ല, അതിന്റെ പേരിൽ അവർ എന്നെ കൊലപ്പെടുത്തും. അതുകൊണ്ട് അയാളെ നീ രക്ഷിക്കണമേ. ഉടനെ അയാൾക്ക് സുഖമായി, ബോധം തിരിച്ചു വന്നു, അപസ്മാരം മാറി. ഇയാൾക്ക് പിന്നെയും സഹിക്കാൻ കഴിയുന്നില്ല. മതിയായിരിക്കുന്ന സാറ ബീവിയെ കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ അയാൾ രണ്ടാമതും കയറി പിടിക്കാൻ ശ്രമിച്ചു. ഇതേ പ്രാർത്ഥന വീണ്ടും സാറ ബീവി ചെയ്തു. വീണ്ടും അയാൾ അപസ്മാര രോഗം പിടിപെട്ട് കൈയും കാലും പിടച്ച് താഴെ വീണ് കാലും കൈയും ഇട്ടടിച്ച് വായിൽ നിന്നും മൂക്കിൽ നിന്നും പൊതയും നരയും വരാൻ തുടങ്ങി. വീണ്ടും ഹാജർ ബീവി ദുആ ചെയ്തു. ഇയാൾക്ക് സുഖമായി. സുഖമായപ്പോൾ അയാൾ വീണ്ടും മൂന്നാമതും ശ്രമം നടത്തുകയാണ്. ആ സമയത്ത് വീണ്ടും മഹദി അവർ ദുആ ചെയ്യുകയും നേരത്തെ 2 പ്രാവശ്യം ഉണ്ടായതിനേക്കാളും കഠിനമായ നിലക്ക് മൂന്നാമത് വീണ്ടും അയാൾക്ക് ഈ രോഗം ബാധിക്കുകയും ബോധരഹിതനായി വീഴുകയും ചെയ്തു. ഹാജർ ബീവി മൂന്നാമതും ദുആ ചെയ്തു. പെട്ടെന്ന് രോഗം മാറി. ഇയാൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇതൊരു സാധാരണ സ്ത്രീയല്ല. അള്ളാഹുവിനോട് അവരെന്ത് പ്രാർത്ഥിച്ചാലും അപ്പോൾ ഉത്തരം കിട്ടുന്നു. ഇത് ഏതോ പ്രവാചകന്മാരുടെ, സത്യസന്ധന്മാരായ പ്രവാചകന്മാരുടെ സിദ്ദീഖാത്തുകളിൽപ്പെട്ടവരാണ്. ഇവർ വലിയൊരു മഹദിയാണ്. അത്തരക്കാര് ലോകത്തുനിന്ന് ജീവിക്കുന്നില്ല. അങ്ങനെ അവരെ ബഹുമാനിച്ച് സ്നേഹിച്ച് ആദരിച്ച് അവരെ തിരിച്ചുവിടാൻ പോകുമ്പോൾ വെറുതെ വിട്ടുകൂടാന്നുള്ള ആൾക്ക് ഫിറഔന്റെ മക്കളിൽപ്പെട്ട ഒരു മകളെ മഹദിയായ സാറ ബീവിക്ക് ഖിദ്മത്തിന് വേണ്ടി ഖാദിമത്തായിട്ട് കൊടുത്തു. അടിമയായിട്ടല്ല, ഖിദ്മത്ത്. കാരണം ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നിടത്ത് പറഞ്ഞ് ഹാജർ, ഹാജറിനെ ഖിദ്മത്തിന് തന്നു എന്നാ, അമത്തായി തന്നു എന്നല്ല, ഹാജറിനെ ഖിദ്മത്തിന് തന്നു. അപ്പോ രാജകുമാരി കല്യാണം കഴിച്ച്
വേറൊരു രാജാവിന്റെ കൊട്ടാരത്തിൽ ജീവിച്ച് കാണുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം ഇത്രയും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനവും ബഹുമതിയും ആദരവും ചോദിച്ചതൊക്കെ അപ്പോൾ തന്നെ അള്ളാഹു കൊടുക്കുന്ന അത്രയും വലിയ പദവിയുമുള്ള ഈ പരിശുദ്ധയായ പുണ്യവതിയുടെ കൂടെ ഹിദമത്തിൽ ജീവിക്കലാണ് എൻ്റെ മകൾക്ക് ഗുണം എന്ന് മനസ്സിലാക്കി മഹദിയായ ഹാജർ ബീവി എന്ന രാജകുമാരിയെ ബഹുമാനപ്പെട്ട സാറ ബീവിക്ക് ഖാദിമത്തായി കൊടുത്തു. അവരെയും കൂട്ടിക്കൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തിരുഹദറത്തിലേക്ക് സാറ ബീവി വരുന്നു. വന്ന ഉടനെ മഹാനവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഈനു ബിസ്സബ്രി വസ്സലാ എന്ന് പറഞ്ഞ നിസ്കാരം കൊണ്ട് ഈ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ വരുന്നു കണ്ടാണ് വേഗം സലാം വീട്ടി. എന്തുണ്ടായി എന്ന് ചോദിച്ചു. ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. അപ്പൊ ഇതുവരെ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത ഹാജർ ബീവിക്ക് ഒരാഗ്രഹം, അല്ല സാറ ബീവിക്ക് ഒരാഗ്രഹം, എന്റെ ഭർത്താവിന് ഇന്ന് വരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല, എനിക്കൊരു ഉമ്മയാകാനും സൗഭാഗ്യമുണ്ടായിട്ടില്ല. ഇതേതായാലും എനിക്ക് ഹിദമത്തിന് ചെന്ന രാജകുമാരിയാണല്ലോ, ചെറുപ്പക്കാരിയാണ്, സുന്ദരിയാണ്, ഈജിപ്തുകാരല്ലെങ്കിൽ തന്നെ അതിസൗന്ദര്യത്തിന്റെ ഉടമകളാണ്. അപ്പൊ ഈ സുന്ദരിയായ ഹാജറിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊടുത്താൽ അതിലൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ എന്റെയും കൂടി കുട്ടിയാവുമല്ലോ, അതൊരു സന്തോഷമല്ലേ കുടുംബത്തിന് എന്ന നിലക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് പറഞ്ഞു, എനിക്ക് ഹിദമത്തിന് വേണ്ടി തന്ന ഹാജർ എന്ന ഈ രാജകുമാരിയെ നിങ്ങൾക്ക് ഞാൻ ഹദിയായിട്ട് തന്നു. അത് സ്വീകരിച്ച് രണ്ടാം ഭാര്യയായിട്ട് ബഹുമാനപ്പെട്ട ഹാജർ ബീവിയെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. ആ ബന്ധം ഒരു വർഷം പൂർത്തിയാവുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഹാജർ ബീവി ഗർഭിണിയായി. അപ്പോഴുണ്ടായ സന്തോഷമാണെങ്കിൽ പോലും മഹദിയായ സാറ ബീവിക്ക് എന്തെന്നില്ലാത്ത ഒരു അപകർഷതാബോധം. ഈ കാലമൊക്കെ എന്റെ ഖലീലിന്റെ കൂടെ ഞാൻ ജീവിച്ചിട്ട് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. എന്റെ ഖാദിമത്തായി വന്ന ഈ പെൺകുട്ടി ഒരു കൊല്ലം കൊണ്ട് ആ ഭാഗ്യം നേടിയല്ലോ. ഇവൾ നീ എന്നെ വിലവെക്കില്ല, ഇവർ എന്റെ മുന്നിൽ അഹങ്കരിക്കും എന്നൊക്കെ സാറ ബീവിക്ക് തോന്നി. യഥാർത്ഥത്തിൽ ഹാജർ ബീവി അങ്ങനെയുള്ളവരല്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന് വേണ്ടി അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തതും അഷ്റഫുൽ ഖൽഖ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാമയാകാൻ വേണ്ടി അള്ളാഹു തന്നെ തെരഞ്ഞെടുത്തതുമായ മഹദിയാണ്. ആ ഉമ്മയുടെ ഗുണമാണ് ഇസ്മായിൽ അലൈഹി സ്വലാമിലും ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും കണ്ട നന്മകളുടെ ഒരു ഭാഗം. അപ്പൊ അത്രയും മഹദിയായ ഹാജർ ബീവിന്റെ അടുക്കൽ ഒരു തെറ്റുമില്ല. പക്ഷേ സാറ ബീവിക്ക് തോന്നിയതാണ്, ഇത്രയൊക്കെ കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ട് എനിക്കൊരു ഗർഭം ധരിക്കാനോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനോ കഴിഞ്ഞില്ലല്ലോ. ഇവള് വന്നൊരു കൊല്ലമായപ്പോൾ ആ ഭാഗ്യത്തിലേക്കാണ് അവൾ നടന്നു കയറുന്നത്. അപ്പൊ അവൾ എന്റെ മുന്നിൽ അഹങ്കരിക്കാനും എന്നെ അനുസരിക്കാതിരിക്കാനും കാരണമാകും. തന്നെയല്ല ചെറിയൊരു അസൂയ, അങ്ങനെ ഉണ്ടല്ലോ, ചെറിയൊരു അസൂയ, ശരിക്കുള്ള അസൂയ എന്ന് പറഞ്ഞുകൂടാ, എനിക്കും കൂടി കിട്ടിയെങ്കിൽ എന്നുള്ള അർത്ഥത്തിനുള്ള നിബുദ്ധത്തിന്റെ അർത്ഥത്തിനുള്ള അസൂയ, അത് ദേഷ്യമായി മാറി, വെറുപ്പായി മാറി. അങ്ങനെ തന്റെ യജമാനത്തിയാവുന്ന സാറ ബീവിക്ക് എന്നോട് ഇഷ്ടക്കേടും വെറുപ്പുമാണ് എന്ന് മണത്തറിഞ്ഞ മതിയായിരിക്കുന്ന ഹാജർ ബീവി രാജകുമാരിയാണവര്. എന്നിട്ടും അവര് ചെയ്തു നോക്കണം, എന്റെ പ്രിയപ്പെട്ട യജമാനത്തിക്ക് എന്നെ കൊണ്ടൊരു വിഷമമുണ്ടാവരുത് എന്ന് കരുതി അവരുടെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ഒറ്റപ്പെട്ട വിജനമായൊരു സ്ഥലത്ത് ചെന്നിരുന്ന് വളരെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ, ഞാൻ എന്റെ സീതത്താവുന്ന മതിയാവുന്ന സാറയോട് യാതൊരു നന്ദിയോടും കാട്ടിച്ചില്ല, അവരോട് എനിക്കൊരു വെറുപ്പുമില്ല, അവരുടെ മുന്നിൽ എനിക്കൊരു അഹങ്കാരവുമില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നല്ലോ പടച്ചവനെ, ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മഹദിയായിരിക്കുന്ന ഹാജർ ബീവിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അതാ മുഹദ്ദസത്തുൽ മലായിക എന്ന പേര് വരാനുള്ള ഒരു കാരണം ഫസ്റ്റിൽ കണ്ട അവിടുന്നാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം സന്ദേശം കൊടുത്തു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, ഒരു വലിയ ഉമ്മത്തിന്റെ നേതാവായി, ഒരു സമുദായത്തിന്റെ നായകനായി നിങ്ങളുടെ മകൻ വരും. അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ, അള്ളാഹുക്ക് പ്രിയപ്പെട്ടതായ ഒരു പ്രവാചകനായി വരും. ജനിച്ചാൽ അദ്ദേഹത്തിന് ഇസ്മായിൽ എന്ന പേര് നൽകണം. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ, നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞിനോ ഒരു
ഉപദ്രവവും വരില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതനുസരിച്ചാണ് അവർ തിരിച്ചു വന്നത്. അപ്പോഴും സാറ ബീവിക്ക് മനസ്സിൽ വലിയ വിഷമമുണ്ട്. ആ വിഷമമുണ്ടെങ്കിലും അതോടുകൂടി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സാറ ബീവിയുടെ മനസ്സിൽ ദിവസം തോറും വിഷമങ്ങളും പൊറുതികേടും അസ്വസ്ഥതയുമുണ്ട്. അപ്പോ ഒരിക്കൽ പറയുക തന്നെ ചെയ്തു. അവൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഹാജർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും അവളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എനിക്ക് സഹിച്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഈ വിഷമം മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ചിരുന്നു. കുഞ്ഞ് ജനിക്കുകയും ഈ 85-ാമത്തെ വയസ്സിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ 85-ാമത്തെ വയസ്സിലാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ കാലം വരെ ഒരു കുഞ്ഞിക്കാല് കാണാത്ത ഈ വയസ്സുകാലത്ത് ഒരു കുഞ്ഞ് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയ ആ ഉമ്മനോടും ആ കുഞ്ഞിനോടും എന്തെന്നില്ലാത്ത വാത്സല്യവും സ്നേഹവും ഉണ്ടാവും. അപ്പോ സാറ ബീവി പറഞ്ഞു, എന്നെ ഈ വിഷമത്തിൽ നിങ്ങളൊന്ന് രക്ഷപ്പെടും. അതോടുകൂടിയാണ് അല്ലാഹുവിന്റെ വഹി വരുന്നത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹുവിന്റെ വഹി, ഖലീലുല്ലാഹി നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങളുടെ ബൈത്തുൽ മുഖദ്ദസിൽ സംരക്ഷിക്കേണ്ടതല്ല, ബൈത്തുൽ മുഖദ്ദസിനും പരിസര പ്രദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേറൊരു സന്താനത്തെ ഞാൻ തരും, അവനാണ് ഈ പരിസരം സംരക്ഷിക്കേണ്ടത്. എന്റെ ബൈത്തുൽ അത്തീഖ് എന്ന് പറയുന്ന കഅബ ശരീഫ് നിലകൊള്ളുന്ന പരിശുദ്ധമായ മക്ക പ്രദേശത്ത് അതിനെ പരിപാലിക്കാനും കഅബ ശരീഫിന് സംരക്ഷണം കൊടുക്കാനും അതിനെ പരിപാലിക്കാനും വേണ്ടി ആണ് ഈ കുഞ്ഞിനെയും ഈ ഉമ്മയെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞിനെയും ഉമ്മയെയും കൂട്ടി മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം. ഏറും മോറും ഒത്തു എന്ന് പറഞ്ഞതുപോലെയോ, അല്ലെങ്കിൽ വൈദ്യൻ ഇച്ഛിച്ചതും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ ഹാജർ ബീവി ആഗ്രഹിച്ചതാണ് ഇവിടെ നിന്ന് പോയി കിട്ടല്. അള്ളാഹുവിന്റെ കൽപ്പന ഇവരെ ബുദ്ധിമുട്ട് തീർക്കാൻ പോകല്ല. ഇവിടെ സാറ ബീവിയിൽ തന്നെ ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെ കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ച് അവരാണ് ബൈത്തുൽ മുഖദ്ദസും പരിസരങ്ങളും ദീനിയായ ദഅവത്ത് നടത്തേണ്ടത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് ഹിജാസും അറബി ലോകവും ഉൾക്കൊള്ളുന്ന അറബി ജനതയ്ക്ക് നേതൃത്വം ഉൾക്കൊള്ളുന്ന കഅബ ശരീഫ് പുനർജീവിപ്പിച്ച് അതിന് സംരക്ഷണം കൊടുക്കാനുമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ രണ്ടാമത്തെ പത്നിയാവുന്ന ഹാജർ ബീവിയെയും തന്റെ ആദ്യ സന്തതിയായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ബുറാഖ് എന്ന വാഹനപ്പുറത്തിലേറ്റി മക്കയിൽ കൊണ്ടുപോയി. അന്ന് അവിടെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ തന്നെ കാണാം, മക്കയിൽ അന്ന് ആരും സ്ഥിരതാമസക്കാരില്ല, അവിടെ വെള്ളവും ലഭ്യമല്ല. അതുകൊണ്ട് വെള്ളം ലഭ്യമല്ലാത്തത് കൊണ്ട് ആ പ്രദേശത്ത് ജനവാസയോഗ്യമല്ല. കഅബ പൊളിഞ്ഞ് തൂഫാന്റെ സമയത്ത് കഅബന്റെ ചുമരൊക്കെ പൊളിഞ്ഞു പോയി, മരക്കുകൾ കെട്ടിയ തറ മാത്രമേ ഉള്ളൂ. തറ അവിടെ ഉള്ളതുകൊണ്ട് വെള്ളം ഒലിച്ചു വരുമ്പോൾ ഇടത്തും വലത്തുമായി ഒഴിഞ്ഞു പോവും. ഒരു കുന്നുപോലെയായി ആ തറ അവിടെ കിടക്കുന്നു. അതിന്റെ പരിസരത്തുള്ള ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുപോയി ഉമ്മയെയും മകനെയും ഇരുത്തിയിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു തോൽപാത്രം നിറയെ വെള്ളവും ഒരു പാത്രം നിറയെ കാരക്കയും അവർക്ക് ഭക്ഷണവും വെള്ളവുമായി കൊടുത്തു. അള്ളാഹുവിന്റെ കൽപ്പന അവിടെ ഇറക്കാനാണ്, ബാക്കി അള്ളാഹ് ഏൽക്കും. അവിടെ ഇറക്കി ഇബ്രാഹിം അലൈഹി സ്വലാം ഇവരോടൊന്നും പറയാതെ മഹാനവർ തിരിച്ചു പോവുക. തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഇലാമയ്യത്തുറുക്കുന യാ ഇബ്രാഹിമു ഇലാമയ്യത്തുറുക്കുന, ആരെടുത്തേക്കാണ് ഞങ്ങളെ വെട്ടേച്ച് പോകുന്നത്? ഇവിടെ ഒരു മനുഷ്യജീവിയില്ല, ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, ഒരു ആളെ കാണാനില്ല. ഇവിടെ ഇട്ടിട്ട് പോകുന്ന ആരെ കണ്ടിട്ടാണ്? അതിന് മറുപടി പറയുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല. ബേക്കിൽ പോയി വിളിച്ചു ചോദിച്ചു, യാ ഇബ്രാഹിമു ഇലാമൻ തത്റുക്കുന, ആരെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ വിട്ടേച്ച് പോകുന്നത്? 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. 4ാമത് ഹാജർ ബീവി അവരുടെ ഈമാന്റെ വലിപ്പം കാണണ്ടേ, ഹാജർ ബീവി ചോദിക്കാണ്, അല്ലാഹു അമറക ബിഹാദ, ഈ വിജനമായ വെള്ളമില്ലാത്ത മനുഷ്യനില്ലാത്ത ഈ മലം ചെരുവിൽ ഞങ്ങളെ കൊണ്ടുവന്നാക്കാൻ റബ്ബാവുന്ന തമ്പുരാൻ കൽപ്പിച്ചതാണോ? അത് ചോദിച്ചപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം തലയാട്ടി, അതേ എന്ന അർത്ഥത്തിന്. ഇപ്പോൾ നാവോടൊന്നും പറഞ്ഞില്ല, തലയാട്ടി. ഉടനെ അവരെ ഈമാന്റെ ശക്തി നോക്കണം. ആ ചെറുപ്പക്കാരി പെൺകുട്ടിയാണ്, അവരുടെ ഒരു മനുഷ്യജീവിയില്ല, ഒരു തുള്ളി വെള്ളമില്ലാത്ത ഈ നാട്ടിൽ. ഇതല്ലായുന,
അവിടുന്ന് പറഞ്ഞ വാക്ക് ഇതല്ലായുളയ്യഴുന, എങ്കിൽ ഞങ്ങളെ അവൻ വെറുതെയാക്കില്ല. ഇതല്ലായുളയ്യഴുന, എങ്കിൽ അവനാണ് കൽപ്പിച്ചതെങ്കിൽ അവൻ ഞങ്ങളെ കൈവിടിയില്ല, നമ്മളെ പാഴാക്കിക്കളയില്ല. അപ്പൊ അവരുടെ ഈമാൻ നോക്കണം. ചെറുപ്പക്കാരി ഒരു പെൺകുട്ടി, മുല കുടിക്കുന്നൊരു പൈതല് കുഞ്ഞും, ഒരു മനുഷ്യജീവിയുടെ സംസാരമോ വ്യക്തിത്വമോ ഒന്നുമില്ലാതെ വിജനമായ ഒരു മലമ്പ്രദേശത്തിന്റെ താഴ്വരയിൽ ഒറ്റക്ക് കൊണ്ടുവന്നാക്കിയിട്ടിരിക്കുക. ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഈ ഒരു തോൽപാത്രത്തിലുള്ള വെള്ളവും ഒരു സഞ്ചിയിലുള്ള കാരക്കയുമല്ലാതെ ഒന്നുമില്ല. എന്നിട്ടും അവരുടെ വിശ്വാസം, അവർക്ക് യാതൊരു ആശങ്കയുമില്ല. അള്ളാഹുവാണോ കൽപ്പിച്ചത് എങ്കിൽ ഇതല്ലായുളയ്യഴുന, അവൻ ഞങ്ങളെ വെറുതെയാക്കില്ല, പാഴാക്കിക്കളയില്ല. ആ ഈമാനാണ് ഇത്. 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞത് ഖലീലുള്ളാഹിയുടെ മകനാണെന്ന് മാത്രമല്ല, ഹാജർ ബീവിന്റെ മകനാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മനുഷ്യജീവിയില്ലാത്ത, വെള്ളമില്ലാത്ത ഈ വിജനമായ മലഞ്ചെരുവിൽ കൊണ്ടുവന്നിട്ടിട്ട് അവരുടെ ഈമാനാണ് പിന്നീട് കഴുത്തറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചപ്പോ, യാ ബുനയ്യ ഇന്നി അറാക ഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അറുക്കുന്നതായി സ്വപ്നത്തിൽ ഞാൻ കാണുന്നു. ഫൻദുർ മാദാ തറ, എന്ത് വേണമെന്നാണ് നീ എന്ന് ആലോചിച്ച് പറയാം. 2 വട്ടം ചിന്തിക്കാതെ അള്ളാഹു കൽപ്പിക്കുന്നു എന്നർത്ഥത്തിൽ പറഞ്ഞപ്പോ ആ മകൻ പറഞ്ഞ വാക്ക് ഇഫ്അൽ മാ തുമർ, എന്താണോ ആജ്ഞാപിക്കപ്പെട്ടത് അത് ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, എനിക്കതിൽ യാതൊരു പൂർത്തികേടുമില്ല, ഞാൻ ക്ഷമിക്കും ഇൻഷാ അല്ലാഹ്. അതാ ഉമ്മാന്റെ വാക്ക. ഇതല്ലായുളയ്യഴുന, ആടില്ലാത്ത, മനുഷ്യനില്ലാത്ത, ഭക്ഷണമില്ലാത്ത, വെള്ളമില്ലാത്ത ഈ വിജനമായ പ്രദേശത്ത് എന്നെ ഇട്ടേച്ച് പോകുന്നത്, ഈ കുഞ്ഞു പൈതലിനെയും ഇട്ടേച്ച് പോകുന്നത് അള്ളാഹു കൽപ്പിച്ചിട്ടാണോ എങ്കിൽ അവൻ നമ്മളെ കൈവടിയില്ല. ആ വിശ്വാസം, ആ ഉമ്മയുടെ അചഞ്ചലമായ ആ ഈമാൻ എന്ന് വെച്ചിട്ട് കയ്യും കെട്ടി നിൽക്കല്ല. അള്ളാഹുവിൽ തവക്കുലാക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. കയ്യിലുള്ള സ്റ്റോക്കുള്ള വെള്ളം കഴിയുന്നത് വരെ കുടിച്ചു, ഈത്തപ്പഴം ഭക്ഷിച്ചു, കുഞ്ഞിന് മുല കൊടുത്തു, ഒറ്റയ്ക്ക് ജീവിച്ചു ആ മലഞ്ചെരുവിൽ. ദിവസങ്ങൾക്ക് ആ വെള്ളവും കാരക്കയും കഴിഞ്ഞു, ദാഹിച്ചു വലഞ്ഞു, മലയിൽ ഒരിറ്റു പാലില്ലാതായി, കുഞ്ഞിന് മുല കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് കുഞ്ഞ് കൈകാലിട്ടടിക്കാൻ തുടങ്ങി. വിഷമിച്ച് ആ ഉമ്മ അവിടെ കുഞ്ഞിനെ അവിടെ മരച്ചുവട്ടിൽ കിടത്തിയിട്ട് അടുത്തുള്ള ഒരു ചെറിയ മല, അതാണ് സൊഫ എന്ന ചെറിയ മല, ആ കുന്നിന്റെ മുകളിൽ കയറി 4 ഭാഗത്തേക്കും എത്തി നോക്കി. എവിടെയെങ്കിലും മനുഷ്യജീവന്റെയോ മറ്റ് ജീവജാലങ്ങളുടെ സാന്നിധ്യമുണ്ടോ, എവിടെയെങ്കിലും വല്ല വെള്ളവും കിട്ടുമോ, ആരെങ്കിലും ആളുണ്ടോ, ആളുണ്ടെങ്കിൽ ഒന്ന് കണ്ട് അന്വേഷിക്കാമായിരുന്നു. അല്ല, വല്ല വെള്ളം കിട്ടുകയാണെങ്കിൽ ആ വെള്ളം കുടിച്ച് കുഞ്ഞിനും പോറ്റി ജീവിക്കാമായിരുന്നു. എവിടെയും ഒരു ലക്ഷണവും കാണുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി, പതുക്കെ ഇറങ്ങി. കാരണം ഈ മലമയിൽ നിന്ന് നോക്കിയാൽ കുഞ്ഞ് മരച്ചുവട്ടിൽ കിടക്കുന്നത് കാണാം. താഴെ ഇറങ്ങി നോക്കുമ്പോൾ വലിയ കുണ്ട, ഇപ്പം നിരപ്പാണെങ്കിലും പഴയ കാലത്ത് അത് കുണ്ടായപ്പോ അവിടെ കുഞ്ഞിനെ കാണാതായപ്പോ കുഞ്ഞിനെ കാണുന്ന സ്ഥലം വരെ എത്താൻ വേണ്ടിയിട്ട് ഓടി. അടുത്ത മല കണ്ടത് മറുവയാണ്. മറുവന്റെ മുകളിൽ കയറിയിട്ട് 4 ഭാഗം നോക്കി, അടുത്തെവിടെയെങ്കിലും വല്ല മനുഷ്യജീവികളും താമസിക്കുന്നുണ്ടോ, വല്ല വെള്ളത്തിന്റെ ലക്ഷണമുണ്ടോ എന്നറിയാൻ വേണ്ടി. ഒന്നും കണ്ടില്ല. തിരിച്ചിങ്ങോട്ടും. അങ്ങനെ 7 പ്രാവശ്യം സഫയുടെയും മറുവയുടെയും ഇടയിൽ വെള്ളമുണ്ടോ, ജനവാസമുണ്ടോ എന്നറിയാൻ വേണ്ടി അന്വേഷിച്ച് നടന്നു. 7ാമത്തെ പ്രാവശ്യം ഒരു ശബ്ദം കേൾക്കുന്നു. 7ാമത്തെ പ്രാവശ്യം ശബ്ദം കേട്ടപ്പോൾ സ്വന്തത്തോട് പറയാം, സർ അടങ്ങി മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും കേട്ടു ആ ശബ്ദം വ്യക്തമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, അസ്മാത്ത ഫാറിസ് ഇൻകാൻ എന്തൊക്കെ അവാസ്. ശബ്ദം ഞാൻ കേട്ടു, ഇവിടെ ഒരു മനുഷ്യജീവി ഉണ്ട് എന്ന് എനിക്കിപ്പോ മനസ്സിലായി.
ഇനി ശബ്ദം കേട്ടൊന്നുണ്ടായില്ല, വല്ല സഹായവും ചെയ്യേണ്ട സമയമാണ്. എനിക്കെന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സഹായം നീ ചെയ്തു തരണം എന്നവരെ അഭ്യർത്ഥിച്ചു. അപ്പോൾ മലക്ക് പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ടും ഭയപ്പെടണ്ട, നിങ്ങൾ ഇവിടെ പാഴായി പോവില്ല, നിങ്ങൾ ഈ കുഞ്ഞിന്റെ യജമാനനാവുന്ന റബ്ബ് നിങ്ങളെ സംരക്ഷിക്കും. ഈ കുഞ്ഞ് ഈ പ്രദേശത്തിന്റെ മുഴുവനും നേതാവായി മാറും. വലിയൊരു ഉമ്മത്തുണ്ടാവും ഈ പ്രദേശത്ത്. അവരുടെ മുഴുവൻ നബിയും റസൂലുമായി വളർന്ന് ഒരു സമൂഹത്തിന്റെ പിതാവായി വളരുന്ന ഒരു പുത്രനാണ് നിങ്ങളുടെ പുത്രൻ എന്ന് പറയുകയും, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകടിച്ചു ഒരഭിപ്രായത്തിൽ, മറ്റൊരഭിപ്രായത്തിൽ അവിടുത്തെ മടമ്പുകാല് കൊണ്ടടിച്ചു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കടന്നിരുന്ന സ്ഥലത്ത് വെള്ളം പൊങ്ങി. വെള്ളം ഇങ്ങനെ ഉറവ് പൊട്ടി മേപ്പോട്ട് പൊങ്ങുന്നത് കണ്ടപ്പോ അവർ ഓടി വന്നിട്ട് ഇത് വെള്ളം പുറത്തു പോകണ്ടെന്നുള്ളവർക്ക് സം സം എന്ന് പറഞ്ഞു. അവരുടെ കൃതി ഭാഷയിൽ അടങ്ങ് എന്ന്. അങ്ങനെ ചുറ്റും തടം കെട്ടി ഹൗദിൽ ഈ പാത്രത്തിൽ നിറയെ കോരി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഹദീസിൽ കാണാം, അന്നവരത് കോരി വെച്ചു, അന്നതവർ വളച്ചു കെട്ടി അടങ്ങാൻ പറഞ്ഞിരുന്നില്ല എങ്കിൽ ഐന നന്നായി ശുദ്ധജലം ഒഴുകുന്ന ഒരു നദിയായി മാറുമായിരുന്നു. ഏതായാലും പിന്നീട് ഭക്ഷണത്തിനും പാനീയത്തിനും മതിയാവുന്ന ഈ ലോകത്ത് രണ്ട് സാധനങ്ങളെ എങ്ങനെ അള്ളാഹു പടച്ചിട്ടുള്ളൂ. ഒന്ന് പാല് മാത്രം കുടിച്ചാൽ ഭക്ഷണത്തിന്റെയും ഫലം കിട്ടും, പാനീയത്തിന്റെയും ഫലം കിട്ടും എന്നതുപോലെ സംസം വെള്ളം കുടിച്ചാൽ വിശപ്പും മാറും, ദാഹവും മാറും. ചരിത്രങ്ങളിലൊക്കെ ധാരാളം കാണുന്ന. അങ്ങനെ ഈ വെള്ളം കുടിച്ച് സുഖമായി ജീവിക്കുമ്പോഴാണ് യമനിലെ അറബി ഗോത്രങ്ങളിൽപ്പെട്ട ജുർഹുമുകാരിൽപ്പെട്ട കുറച്ച് ആൾക്കാർ മക്കയുടെ താഴ്വരയിലൂടെ പോകുമ്പോൾ ഈ പ്രദേശത്ത് വെള്ളത്തിന് അരികെ മാത്രം കാണുന്ന ഒരു തരം പക്ഷി, ആ പക്ഷി അങ്ങനെ ചുറ്റിക്കറങ്ങി പറക്കുന്നത് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, ഈ പ്രദേശത്തൊന്നും വെള്ളമുള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല, പക്ഷെ ഈ പക്ഷി വെള്ളത്തിന്റെ അടുത്താണ് സാധാരണ പറക്കുക, ഇവിടെ വല്ല വെള്ളം ഉണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കുക. അങ്ങനെ അവരുടെ രണ്ട് പരിചാരകന്മാരെ വിളിച്ച് ഈ പക്ഷിയെ കണ്ട പ്രദേശത്ത് പോയി അന്വേഷിച്ച് വരാൻ പറഞ്ഞു. അവര് വന്ന് കണ്ടുപോയി അത്ഭുതപ്പെട്ടു അവര്. കാരണം ഒരു സുന്ദരിയായ ഒരു യുവതിയും ഒരു കുഞ്ഞു പൈതലും ഈ നല്ല സുലഭമായ വെള്ളവും അത് കണ്ടപ്പോ അവർക്ക് അത്ഭുതമായി. ഈ പ്രദേശത്തൊന്നും മനുഷ്യനും ഉണ്ടാവാറില്ല, വെള്ളവും ഉണ്ടാകാറില്ല. ഇവിടെ ഒരു മനുഷ്യ സ്ത്രീയും ഒരു കുഞ്ഞും വെള്ളവും കണ്ടപ്പോ അവരുടെ യജമാനന്മാരരികെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു അത്ഭുതം ഉണ്ടായിരിക്കുന്നു. സുലഭമായി വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കിണറുണ്ട് അവിടെ. ഒരു സ്ത്രീയും ഒരു കുഞ്ഞും മാത്രമാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഇവരെല്ലാവരും അടുത്തു വന്ന് കണ്ടു നോക്കുമ്പോൾ അവർക്ക് സന്തോഷമായി. അറബികളുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. വെള്ളം സുലഭമായി കിട്ടുന്നവർക്ക് താമസിക്കും, വെള്ളം കിട്ടാഞ്ഞാലും അവിടുന്ന് നാട് വിട്ടുപോകും. അവർക്ക് ചരിത്രത്തിൽ അങ്ങനെ ഒരു പേര് തന്നെ ഉണ്ട്, ബനീമ ഉസ്സമ. എവിടുന്നാണോ വെള്ളം കെട്ടുന്നത് അവിടെ കൂടുന്നൊരു കൂട്ടര് എന്നുള്ളത്. അല്ലാതെ അവർക്ക് വീടും കുടുംബമൊന്നും, വീടും കുടിലും കെട്ടലില്ല, എന്തെങ്കിലും തമ്പ് കെട്ടി താമസിക്കും, വെള്ളം ഇല്ലാതെ അവിടുന്ന് പോകും. അങ്ങനെ ഇവര് ഹജർ ബീവിയോട് ചോദിച്ചു, അല്ല ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ. അപ്പൊ ഇവര് ഒറ്റക്കല്ലേ ഇതുവരെ താമസിച്ച്, അവർക്ക് വളരെ സന്തോഷമായി. പക്ഷെ അത് അവർ കാട്ടിയില്ല. പറഞ്ഞു, നിങ്ങൾ താമസിച്ചോളൂ, എനിക്ക് സന്തോഷമാണ്, വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, വെള്ളത്തിന്റെ അധികാരം എനിക്കായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമാവകാശം നിങ്ങൾക്ക് തരൂല. നിങ്ങൾക്ക് വെള്ളത്തിന് ഉപയോഗിക്കാം, പക്ഷേ ഉടമാവകാശം തരൂ. അവർ സമ്മതിച്ചു, ആയിക്കോട്ടെ, വെള്ളത്തിന് ഉടമാവകാശം നിങ്ങൾക്ക്, ഞങ്ങൾ ആവശ്യത്തിന് വെള്ളം എടുക്കാൻ നിങ്ങൾ സമ്മതമാണ്, അതിന് കുഴപ്പമില്ല. അങ്ങനെ അവരവിടെ താമസമാക്കി. പിന്നീട് അവരുടെ നാട്ടിൽ യമനിലുണ്ടായിരുന്ന ജുർഹുകാർക്ക് വിവരം കൊടുക്കുകയും അവരിൽപ്പെട്ട കുറെ കുടുംബങ്ങൾ വന്ന് മക്കയിൽ താമസിക്കുകയും ചെയ്തു. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വരികയും സ്വപ്നത്തിൽ തന്നെ അറുക്കുന്നതായി അള്ളാഹു കൽപ്പിച്ചതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോ ആ ഉമ്മാന്റെ മകനാണല്ലോ, അള്ളാഹ് കൽപ്പിച്ചിട്ടാണ് ഈ വിജനമായ സ്ഥലത്ത് ഞങ്ങൾ വിട്ടുപോകുന്നെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവടിയില്ല, അവന്റെ സഹായം ഉണ്ടാവുന്ന അടിയുറച്ച് വിശ്വസിച്ച് സന്തോഷിച്ചിരുന്ന ആ ഉമ്മാന്റെ മകൻ അർക്കാൻ പറയുമ്പോ പറഞ്ഞ്,
യാ അബതി ഫഅൽ മാ തുമർ, അങ്ങയോട് കൽപ്പിക്കപ്പെട്ട എന്താണ് ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ, ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ, ഞാൻ ക്ഷമിക്കും എന്ന് പറയും. ആ ഉമ്മ ക്ഷമിച്ച ആ ഉമ്മാന്റെ മോനാണ് ക്ഷമിച്ചത്. അതാ 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത്. അതാ ആ ഉമ്മ ക്ഷമിച്ചെങ്കിൽ ആ ഉമ്മാന്റെ മകനും ആ ക്ഷമ ഒരു പ്രയാസമായിരുന്നില്ല. ആ അറിവിന് കൊണ്ടുപോകുന്ന അവിടെയാണ് സാറ ബീവിന്റെ ഹാജർ ബീവിന്റെ പ്രത്യേകത. കുഞ്ഞിനെ കൊണ്ടുപോയി കുഞ്ഞിന്റെ അരികെ വഴിയെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എല്ലാവർക്കും അറിയാം, മോനെ വാപ്പ വയസ്സായില്ല, വാപ്പക്ക് ബുദ്ധിയില്ല, നിന്നെ അറക്കാനാ കൊണ്ടുപോണത്, നീ വാപ്പാക്ക് ബുദ്ധിയില്ലാത്ത വാപ്പാന്റെ ബുദ്ധിക്കേടിന് അനുസരിച്ച് നിന്നു കൊടുക്കണ്ട, ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞപ്പോൾ കല്ലെടുത്തെറിഞ്ഞാട്ടി. ഇത് കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഇവരെ പേടിപ്പിക്കാൻ വേണ്ടി നേരെ ചെന്നത് ഹാജർ ബീവിന്റെ അടുക്ക. എന്നിട്ട് ചോദിച്ചു, ഹാജർ നിങ്ങളുടെ കുട്ടിനെ പാപ്പ ഇബ്രാഹിം എങ്ങോട്ടാ കൊണ്ടുപോയത്? അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് കൊണ്ടുപോയതാണ്. എന്തിനാ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, അള്ളാഹു കൽപ്പിച്ചതേ അള്ളാഹിന്റെ പ്രവാചകന്മാരെ ചെയ്യുള്ളൂ. എന്നാലേ ഇബ്ലീസ് പറഞ്ഞു, എന്നാലേ ഹാജർ അങ്ങനെയല്ല കേട്ടോ, അയാൾക്കിപ്പോ വയസ്സായിട്ട് ബുദ്ധിക്ക് സ്ഥമനത തെറ്റിയാണ്, അങ്ങനെ കുഞ്ഞിനെ അറക്കാൻ അള്ളാഹ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകാണ്. ബുദ്ധി നബിമാരെ പറ്റി ബുദ്ധിക്ക് തകരാറുണ്ട് എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ ആളുകളാണ്, അല്ലെങ്കിൽ ഇബ്ലീസാണെന്ന് മനസ്സിലാക്കിയ മഹദിയായിരിക്കുന്ന ഹാജർ ബീവി. ഏതൊരു ഉമ്മയാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കി, വയസ്സായ വാപ്പ, അന്നൊക്കെ 100 വയസ്സ് കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ വയസ്സുകാലത്ത് ചെല്ലി ബാധിച്ച് ബുദ്ധിയില്ലാതായി അറക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഉമ്മയാണെങ്കിൽ നെഞ്ഞത്തടിച്ച് കാര്യം ഓടിപ്പോയിട്ട് രക്ഷിക്കാൻ ശ്രമിക്കും. അവര് പറഞ്ഞ അള്ളാന്റെ അമ്പിയാക്കന്മാരെ പറ്റി ബുദ്ധിഭ്രമം ബാധിച്ചവരെന്ന് പറയുന്നത് ഇബ്ലീസാണ്, പോടാവുന്നേ എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്തെറിഞ്ഞു ആട്ടി. അപ്പൊ അവരുടെ ഈമാനിന്റെ ഒരു ശക്തി നോക്കണം. സ്വന്തം കുഞ്ഞിനെ വയസ്സായ വാപ്പ അറുക്കാൻ കൊണ്ടുവന്നാണ് എന്ന് വന്നിട്ട് ഒരാൾ പറയുമ്പം യാതൊരു പൂർത്തികേടുമില്ലാതെ അത് ഇബ്ലീസാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ആട്ടിപ്പായിക്കാൻ മാത്രമുള്ള ഈമാനുണ്ടെങ്കിൽ ആരായിരിക്കും ഹാജർ ബീവി? അവരുടെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊന്നും നീട്ടിപ്പറയപ്പോ തന്നെ സമയം ഒരുപാടായി, നീട്ടിപ്പറയാൻ കഴിയില്ല. ഏതായാലും ഈ അറിവൊക്കെ കഴിഞ്ഞു. പിന്നെ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയപ്പം അവിടെ താമസിക്കുന്ന ജുർഹുമുകാരിൽ നിന്നിട്ട് അറബി ഭാഷ പഠിച്ചു, അറബി സംസ്കാരം പഠിച്ചു. അവരെക്കാൾ സുന്ദരമായി ഏറ്റവും നല്ല അറബുൽ മുസ്തർബ എന്ന് പറയുന്ന പരിഷ്കൃത അറബിയുടെ പിതാവായ ഈ കുഞ്ഞിന് അവര് വലിയ സ്നേഹവും ബഹുമാനവും ആദരവും നൽകുകയും അവരുടെ നേതാവിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു. കുറെ കാലം അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഇടയ്ക്ക് വരും. അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ഹാജർ ബീവി വഫാത്തായി. കഅബ ഷരീഫ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ കഅബന്റെ വടക്കേ ഭാഗത്ത് ഒരു ചെരുവ് ഇങ്ങനെ വളച്ചു കെട്ടി, ഹിജ്ർ ഇസ്മായിൽ എന്നാണ് അതിന് പറയാ, വളച്ചു കെട്ടിയിട്ട് അതിന്റെ ഒരു ഭാഗത്ത് അവര് താമസിക്കും, ഒരു ഭാഗത്ത് അവരുടെ ആടിനെയും വെക്കും. ഈ ഹിജ്ർ ഇസ്മായിലിൽ അവര് താമസിക്കുന്നു അവിടെ തന്നെയാണ്, അതിന്റെ ഒരു ഭാഗത്തായിട്ട് ആടിനെയും കൂട്ടും. അങ്ങനെ ഇവര് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നതിനിടയിൽ ഉമ്മ രോഗം ബാധിച്ചു മരണപ്പെട്ടു. ഹിജ്ർ ഇസ്മായിലിലാണ് ബഹുമാനപ്പെട്ട ഹാജർ ബീവിയെ മറമാടപ്പെട്ടത്. അവരുടെ ഖബറുടെ മാസം അതിന്റെ അടിയിലാണ്. പിൽക്കാലത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം വഫാത്തായപ്പോൾ ഉമ്മയുടെ തൊട്ടടുത്തായിട്ട് ഹിജ്ർ ഇസ്മായിലിൽ തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും മറവിട്ടു. അങ്ങനെ ഹാജർ ബീവി വഫാത്തായതിനു ശേഷം ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ കാണാൻ സുഖവിവരം അന്വേഷിക്കാനും വന്നപ്പം അവർ വേട്ടയ്ക്ക് പോയതാ. ഹറമിന്റെ പുറത്തു പോയിട്ടാണ് വേട്ടയത്. അമ്പും വില്ലുണ്ടാക്കും, കുതിരപ്പുറത്തേറും. ആദ്യമായിട്ട് കുതിരയെ കീഴ്പ്പെടുത്തി മനുഷ്യൻ വളർത്തുജീവിയാക്കിയത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമാണ്. അമ്പ് ചെയ്യാൻ പഠിപ്പിച്ച ആളും ഇസ്മായിൽ നബി ഇസ്ലാമാണ്. അപ്പോ അമ്പ ഇത് മൃഗങ്ങളെ വേട്ടയാടി അതിനെ കൊണ്ടുവന്ന് ഭക്ഷിക്കുക, വെള്ളം കുടിക്കുക കാലത്ത് അങ്ങനെ. അപ്പോ വന്നപ്പോ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കണ്ടില്ല. ഭാര്യയോട് ചോദിച്ചു, എന്തൊക്കെ നിങ്ങളെ വിവരം, സുഖാണോ, സാഹചര്യമൊക്കെ എങ്ങനെയാണ്? മൂപ്പരെവിടെ പോയി? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ വളരെ വിഷമത്തിലാണ്, ഇവിടെ ഒരു സുഖവുമില്ല,
എപ്പോഴും പട്ടിണിയും കഷ്ടപ്പാടും വിഷമമാണ്. ഒരു ജാതി ഞങ്ങൾ അങ്ങനെ ജീവിതം തള്ളി നീക്കുകയാണ്. അവരോട് ചോദിച്ച് അവര് വേട്ടയാടാൻ പോയതാണ് എന്ന് പറഞ്ഞു. ആട്ടെ, അവൻ വേട്ട കഴിഞ്ഞ് വരുമ്പം എൻ്റെ ഒരു സലാം പറയണം, എന്നിട്ട് ഈ വീടിന്റെ ഉമ്മറപ്പടി ഒന്ന് മാറ്റിവെക്കാനും പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. വന്ന് യാത്ര കഴിഞ്ഞ് വേട്ടയാടി വന്ന് എത്തിയപ്പോ തന്നെ ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്ന് ലക്ഷണം കൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് മനസ്സിലായി. കണ്ട് ആരവിടെ വന്നു ചോദിച്ചു. ഇവിടെ ഒരു വയസ്സനായ ഒരു മനുഷ്യൻ വന്നിരുന്നു പറഞ്ഞു. എന്നിട്ടോ ചോദിച്ചു. നമ്മുടെ സുഖവിവരം അന്വേഷിച്ചു. എന്നിട്ട് നീ എന്താ പറഞ്ഞു? ബുദ്ധിമുട്ടാണ്, പ്രയാസാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും വസീയത്ത് പറഞ്ഞു. അതെ, ഉമ്മറപ്പടി ഒന്ന് മാറ്റിവെക്കാൻ പറഞ്ഞു. അപ്പോ ഇസ്മായിൽ ഇസ്ലാം പറഞ്ഞു, അത് എന്റെ ഉപ്പയാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് പറഞ്ഞത്, നിന്നെ തലാക്കലാണ്, നിന്നെ വീട്ടിക്ക് പറ്റില്ല. അങ്ങനെ അവരെ തലാക്കൽ ഒഴിവാക്കി. പിന്നെ അവരുടെ വലിയ നേതാവാവുന്ന മുവാദ് ബിൻ അംർ എന്ന് പറയുന്ന നേതാവിന്റെ മകളെയാണ് സയ്യിദത്ത് എന്നാണ് അവരുടെ പേര്, സയ്യിദത്ത് ബിന്ത് മുവാദ് ബിൻ അംർ എന്ന ഭാര്യയെ രണ്ടാമത് കല്യാണം കഴിച്ചു. പിന്നീട് ഒരിക്കൽ ഇങ്ങനെ വന്നപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം വന്നപ്പോൾ ഇതേ രീതി തന്നെ സ്ഥലത്താറില്ല. അപ്പൊ ചോദിച്ചു, മോളെ ഭർത്താവ് എവിടെ? അവൻ വേട്ടയാടാൻ പോയതാ. എന്താ മോളെ മക്കളെ നിങ്ങളെ അവസ്ഥ? അപ്പൊ നല്ല സന്തോഷം, ഇവിടെ സുഖമാണ്, ഒരു വിഷമവും, ഞങ്ങൾ സുഖമായി സന്തോഷമായി ജീവിച്ചു പോകുന്നു. മോൻ എടുക്കാൻ പോയത് വേട്ടയാടാൻ പോയതാ. അതെന്താ? ഞങ്ങൾ വെള്ളം ഇഷ്ടം പോലെ വെള്ളം കുടിക്കും, അതുപോലെ തന്നെ വേട്ടയാടിയിട്ട് മാംസം ഉണ്ടാവും. അപ്പൊ അല്ലാഹു തആലയോട് വെള്ളത്തിലും മാംസത്തിലും ബറക്കത്തിനും വേണ്ടി ഇബ്രാഹിം നബി ഇസ്ലാം ദുആയിരുന്നു. അപ്പൊ തന്നെ ഖലീലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അന്ന് അവർക്ക് ധാന്യങ്ങളോ പഴവർഗ്ഗങ്ങളോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിലും ബറക്കത്തിന് വേണ്ടി ദ്വാരക്കുമായിരുന്നു. മാംസവും വെള്ളവും മാത്രം കഴിച്ച് ലോകത്ത് ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ മക്കത്ത് അത് സാധിക്കും. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ദ്വാ ബറക്കത്തുണ്ട്. ഏതായാലും ആട്ടെ, ഈ രണ്ടാമത്തെ സയ്യിദത്ത് ബിന്ത് മുവാദ് ബിൻ അംർ എന്ന് പറയുന്ന ഈ ഭാര്യയിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് 12 മക്കളുണ്ടായി. അത് യമൻ ഉൾപ്പെടെ അറബി രാജ്യങ്ങളിൽ അവര് ജീവിക്കുകയും വലിയ നേതാക്കന്മാരായി, രാജാക്കന്മാരായി, അവരുടെ കീഴിൽ ആയിരക്കണക്കിന് ആളുകളുള്ള വലിയ ഗോത്രത്തലവന്മാരായി മാറി. അതിന് ഹിജാസിലും പരിസരത്തുമായി 2 മക്കളേ ഉള്ളൂ. അതിൽപ്പെട്ട ഖൈദാർ എന്ന മകന്റെ പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം വരുന്നത് എന്ന് പറയുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട ഹാജർ ബീവി, അവരുടെ ഈമാനും തവക്കുലും നമുക്ക് എപ്പോഴും ഒരു മാതൃകയാവണം. നമ്മുടെ ഈമാനും തവക്കുലും നമ്മുടെ മക്കളിൽ പ്രതിഫലിക്കും. അങ്ങനെ അല്ലാഹു തആല അവരുടെയൊക്കെ കാൽപ്പാട് പിന്തുടർന്ന് ജീവിച്ച് അവരെയൊക്കെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആ മാർഗം ജീവിതത്തിൽ കൈക്കൊള്ളാനുള്ള തൗഫീഖ് കിട്ടി അല്ലാഹു തആല അവരോടൊന്നിച്ച് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.